യൂറോപ്പിന്റെ ഓൾഡ് ടൗണിന്റെ ഏറ്റവും മികച്ച മാതൃക ഏതെന്ന് ചോദിച്ചാൽ ഞാൻ അന്നും ഇന്നും പറയും പ്രാഗ്. ആ നഗരത്തിലേക്കാണ് ഞങ്ങൾ ചെന്നിറങ്ങിയിരിക്കുന്നത്. വാൾട്ടാവ നദിയുടെ മറുകരയിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ടൗൺ സ്ക്വയറിലേക്ക്, ഓൾഡ് ടൗണിന്റെ ചത്വരത്തിലേക്ക് ഞങ്ങൾ നടക്കുന്നത് ഒരു പാലം കടന്നിട്ടാണ്. ആ പാലത്തിന്റെ പേര് ചാൾസ് ബ്രിഡ്ജ് എന്നാണ്. ഈ ചാൾസ് ബ്രിഡ്ജിന്റെ അടിയിലൂടെ നദി ഒഴുകുന്നു. അത് ശാന്തമായി ഇങ്ങനെ ഒഴുകുകയാണ്. ആ സമയത്ത് ടൗൺ സ്ക്വയറിൽ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു അസ്ട്രോളജിക്കൽ ക്ലോക്കാണ്. ഈ ക്ലോക്കിൽ 12 മണിയാകുമ്പോഴേക്കും ഒരു അത്ഭുതം നടക്കും. അത് കാണാൻ വേണ്ടി എല്ലാവരും 12 മണിയോടുകൂടിയാണ് ഈ സ്ക്വയറിൽ വന്ന് നിറയുക. ഇത് 500-600 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്കാണെന്ന് ഓർക്കണം. ഇന്നേ വരെ അത് മുടങ്ങിയിട്ടില്ല. ഇന്നേ വരെ അതിന്റെ ചലനം നിന്നുപോയിട്ടില്ല. ആ അസ്ട്രോളജി ക്ലോക്കിന്റെ മുകളിൽ ഒരു ഗോപുരമാണ്. ആ ഗോപുരത്തിന്റെ മുകളിൽ ഒരു ജാലകമുണ്ട്. എല്ലാവരും അവിടെ നോക്കിയിരുന്നോളാൻ വില്യം പറഞ്ഞു. ജാലകത്തിലേക്ക് നോക്കിയിരിക്കണം. ജാലകത്തിന്റെ വാതിലുകൾ കടഞ്ഞായിരിക്കുന്നത്. കൃത്യം 12 മണിയാകുന്നു. ജാലകത്തിന്റെ വാതിലുകൾ തുറന്നു. അതിലെ ഒരു വാതിലിലൂടെ ഒരു കുഴലൂത്തുകാരൻ പ്രത്യക്ഷപ്പെട്ടു. പ്രധാന വാതിലിലൂടെ കുറേയേറെ ശില്പങ്ങൾ കടന്നു. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ ഈ 12 മണിയാകുമ്പോൾ ഈ വാതിൽപ്പട വന്ന് കടന്നങ്ങ് പോകും. ഇതെല്ലാം കഴിഞ്ഞ് കുഴലൂത്തുകാരൻ കുഴലൂത്ത് അവസാനിപ്പിക്കുന്നു. ഈ വാതിലുകൾ തന്നെ അടയുന്നു. ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. അതിന്റെയൊക്കെ കഥ കേൾക്കുമ്പോൾ സാധ്യമാകുന്നവർ യൂറോപ്പിലെ ഇത്തരം ഒരു നഗരത്തിലേക്ക് പോകണം. സമ്പത്തിന്റെ ഒരു ചെറിയ ശതമാനം ചെലവഴിച്ചിട്ടാണെങ്കിലും ജീവിതം കാണണം, അനുഭവിക്കണം.